വെൽക്കം ബാക്ക് ടു വീനാസ് ലേണിംഗ് ക്ലാസ്. നമ്മൾ 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ ഒന്നാമത്തെ ചാപ്റ്റർ കുഞ്ഞുങ്ങളെ ദ ചെയിൻ ഓഫ് ലൈഫ് കേട്ടോ. ദ ചെയിൻ ഓഫ് ലൈഫ് അത് നല്ലതുപോലെ ഒന്ന് അറിഞ്ഞിരിക്കേണ്ട പാഠമാണ്. ഒറ്റയല്ലൊരു ജീവിതം എന്നാണ് കുഞ്ഞുങ്ങളെ എൻ്റെ മലയാളം. അപ്പോൾ ഇതിനകത്തിൽ ഞാൻ ഓൾറെഡി ഇതിൻ്റെ നോട്ട് മലയാളം മീഡിയത്തിൻ്റെ ഇട്ടിട്ടുണ്ട്. മലയാളവും ഇംഗ്ലീഷും കൂടെ അറിയാമല്ലോ ഞാനങ്ങനെ ക്വസ്റ്റ്യൻ ആൻസർ ഇടുന്നത്. ഒരു മലയാളം ക്വസ്റ്റ്യനും അതിൻ്റെ ഇംഗ്ലീഷ് മലയാളം അങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ ഇടുന്നത്. അത് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഇനിയും അഥവാ അത് കിട്ടാത്തവരുണ്ടെങ്കിൽ കയറി കാണണ്ടേ കുഞ്ഞുങ്ങൾ കേട്ടോ. അപ്പോൾ അത് ഞാൻ ഒന്നും കൂടി അതിനെ ഒന്ന് എഴുതിയെന്നേ ഉള്ളൂ. കാരണം അഥവാ കിട്ടാത്തവരുണ്ടെങ്കിൽ അപ്പോൾ അത് കാണുന്നതാണ് നല്ലത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് മലയാളവും ഇംഗ്ലീഷും ഉണ്ട്. കിട്ടാത്തവരുണ്ടെങ്കിൽ ഞാൻ താഴെ അതൊന്ന് കമൻറ്റ് ചെയ്തിട്ടേക്കാം കേട്ടോ. അതിൻ്റെ പാർട്ടി ഞാനൊന്ന് ഇട്ടേക്കാം. പിന്നെ ഇംഗ്ലീഷ് മീഡിയക്കാർ ഇത് അങ്ങ് എഴുതിയെടുത്തോണം കേട്ടോ. ഒന്നാമത്തത് there are many creatures around us who eat various kinds of food. What is the main food of goat? ഇപ്പം നമുക്ക് ചുറ്റും പലതരം ആഹാരം കഴിക്കുന്ന ജീവികൾ നമുക്ക് ചുറ്റുമുണ്ട് അല്ലേ. പലതരത്തിലുള്ള നമ്മൾ ഉൾപ്പെടെ നമുക്ക് ചുറ്റും ഒരുപാട് ജീവികൾ, ക്രിയേച്ചേഴ്സ് എന്ന് വെച്ചാൽ ജീവികൾ എന്നാണ്. നമുക്ക് ചുറ്റും ഒരുപാട് കുഞ്ഞുങ്ങളെ ജീവികൾ അല്ലേ ജീവിക്കുന്നുണ്ട്. ഇവയെല്ലാം ഒരേപോലെയാണോ കഴിക്കുന്നത്? ആണോ? നിങ്ങളൊന്നൊന്ന് ആലോചിക്കുക. നമ്മൾ കഴിക്കുന്നതാണോ എലിഫൻ്റ് കഴിക്കുന്നത്, അല്ലെ ഗോട്ട്, അല്ലെ കൗവ്, അല്ലെങ്കിൽ ടൈഗർ, ഇങ്ങനെയുള്ള ജീവികളൊക്കെ എല്ലാം ഒരേപോലെയാണോ നിങ്ങളെ കഴിക്കുന്നത്? അല്ല. ആണോ? അല്ല. അപ്പം വാട്ട് ഈസ് ദ മെയിൻ ഫുഡ് ഓഫ് ഗോട്ട്? ഇവിടെ നമ്മളോട് ചോദിച്ചാൽ ആടിൻ്റെ ആഹാരം എന്തെല്ലാമാണെന്നാണ് ഒന്നാമത്തെ ചോദിച്ചിരിക്കുന്നത്. എന്താ നിങ്ങളെ ആടിൻ്റെ ആഹാരങ്ങൾ എന്തെല്ലാമാണ്? നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ എഴുതിക്കോ. ഗ്രാസ് അല്ലേ, പിന്നെ ലീവ്സ്, ഗ്രെയിൻസ്, ഫ്രൂട്ട്സ് അല്ലേ. നമുക്കറിയാം ആഹാര പ്ലാവില കഴിക്കുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ പഴത്തൊലി കഴിക്കുന്നുണ്ട് അല്ലേ. പിന്നെ പ്ലാവിൻ്റെ ഇല കഴിക്കുന്നുണ്ട്, പിന്നെന്താ പുല്ല് അല്ലേ, പുല്ലുകൾ. നിങ്ങൾക്ക് ഏതൊക്കെയാണോ ഇഷ്ടപ്പെട്ടെ അതൊരു 3-4 പേരങ്ങ് എഴുതിയാൽ മതി. ഇപ്പം ഞാൻ എഴുതിയത് തന്നെ നിങ്ങൾ എഴുതണമെന്നൊന്നുമില്ല കേട്ടോ. വിച്ച് ക്രിയേച്ചർ ഫീഡ് ഓൺ പാർട്സ് ഓഫ് പ്ലാന്റ്സ്? നോക്കിയേ ഇവിടെ വിച്ച് ക്രിയേച്ചർ ഫീഡ് ഓൺ പാർട്സ് ഓഫ് പ്ലാന്റ്സ്. സസ്യഭാഗങ്ങൾ ആഹാരമാക്കുന്ന ജീവി. ഈ സസ്യങ്ങൾ മാത്രം കഴിക്കുന്ന ജീവികളുണ്ട്, മനസ്സിലായോ? പ്ലാന്റ്സുകൾ മാത്രം കഴിക്കുന്ന ജീവികളുണ്ട് കുഞ്ഞുങ്ങളെ. അതുപോലെ തന്നെ മീറ്റ് അല്ലേ, ഇറച്ചിയും അങ്ങനെയുള്ളത് മാത്രം കഴിക്കുന്നതുണ്ട്. ഇത് രണ്ടും കഴിക്കുന്നതുണ്ട് ഇല്ലേ. ഇത് രണ്ടും കഴിക്കുന്നില്ലയോ നമ്മൾ മനുഷ്യർ അല്ലേ. പ്ലാന്റ്സ് മാത്രം കഴിക്കുന്ന ആരാന്നറിയോ? ഡിയർ, റാബിറ്റ്, കൗവ്, ഗോട്ട് അല്ലേ, മാന്, ആട്, പശു, ആന, പുൽച്ചാടി. ഇതൊക്കെ കുഞ്ഞുങ്ങളെ, ഇതൊക്കെ പ്ലാന്റ്സ് മാത്രം കഴിച്ച് ജീവിക്കുന്നതാ കേട്ടോ. എന്നാലും മീറ്റ് ഇറച്ചി മാത്രം, കാർണിവോറസ്, ഒമിനിവോറസ്, ഹെർബിവോറസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ഹെർബിവോറസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാന്റ്സ് മാത്രം കഴിക്കുന്നതാണ് കേട്ടോ. കാർണിവോറസ് ഉണ്ട്, കാർണിവോറസും ഒമിനിവോറസും ഒക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് ഇതിനകത്തിലില്ല. എന്നാലും നമുക്കിപ്പോൾ ചോദിച്ച പ്ലാന്റ്സ് മാത്രം ഫീഡ് ചെയ്യുന്ന ജീവികൾ ഏതാണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? മാന്, പശു, ആട്, പുൽച്ചാടി, ഇവയൊക്കെയാണ് കേട്ടോ. അതൊന്ന് പഠിച്ചു വെച്ചേക്കണേ. ഇനി നോക്കിയേ, മേക്ക് എ ടേബിൾ ലിസ്റ്റ് ദ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഹെർബിവോറസ് ആനിമൽസ് ദെയർ ഫുഡ്. നോക്കൂ നിങ്ങളെ, ഇവിടെ നമുക്ക് നോക്കിയേ കുറേ ക്രിയേച്ചറുടെ അല്ലേ, കുറേ ജീവികളുടെ ജന്തുക്കളുടെ അല്ലെ ജീവികളുടെ പേര് തന്നിട്ടുണ്ട്. അവ കഴിക്കുന്ന ഫുഡുകൾ ഏതൊക്കെയാണെന്ന് തന്നിട്ടുണ്ട്. നോക്കിയേ, ഗോട്ട് എന്തൊക്കെയാണ് കഴിക്കുന്നത്? ലീഫുണ്ട്, ഗ്രെയിൻസ് ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്. മലയാളം മീഡിയക്കാർ നോട്ട് ചെയ്യാൻ ഓൾറെഡി 2-3 പാർട്ട് ഇട്ടിട്ടുണ്ട് കുഞ്ഞുങ്ങൾ കേട്ടോ. നിങ്ങൾ അത് എഴുതി എടുക്കണേ. ഇനി അഥവാ ഇതിൻ്റെ തന്നെ മലയാളം വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് പറയണം കേട്ടോ. ഉണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കിട്ടുന്നില്ലാത്ത ഞാൻ താഴെ കൊടുത്തേക്കാം കേട്ടോ. ഇനി ഡിയർ, റാബിറ്റും ഒക്കെ നിങ്ങൾ എന്തൊക്കെയാ? ഡിയർ, റാബിറ്റും ഒക്കെ, മാനും അല്ലേ റാബിറ്റും ഒക്കെ എന്താണ് കഴിക്കുന്നത്? മുയലും മാനും ഒക്കെ പ്ലാന്റ്സും സിറിയൽസുകളും ട്യൂബേഴ്സ് എന്ന് വെച്ചാൽ കിഴങ്ങ് വർഗ്ഗങ്ങളുണ്ടല്ലോ, അതൊക്കെയാണ് കേട്ടോ. ഇനി കൗവ് ഈ പറയുന്നുള്ള ഗോട്ടിൻ്റെ കൂട്ട് ഗ്രാസും ലീഫും ഗ്രെയിൻസും ഒക്കെയാണ് കൗവും കഴിക്കുന്നത് കേട്ടോ. അതും പഠിച്ചു വെച്ചേക്കണേ. ഇനി നോക്കിയേ, നിങ്ങളുടെ ടെസ്റ്റിൽ ഇങ്ങനെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് ഡൗൺ ദ ക്രിയേച്ചർ സീൻ ഇൻ ദ പിക്ചർ. അതായത് ഒരു പടം തന്നിട്ടുണ്ട് കുഞ്ഞുങ്ങളെ. ഇതിനകത്തിൽ ഏതൊക്കെ ജീവികളുണ്ടെന്ന് എഴുതാനാണ് ഞാനത് അറിയാൻ വേണ്ടി ഒരു സർക്കിൾ ഇട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ ഉണ്ടെന്ന് പെട്ടെന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇവിടെ ഏതൊക്കെ ജീവികളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്?
ഏതൊക്കെയാണ്? ക്രെയിൻ ഉണ്ട് അല്ലെ, കൊക്കുണ്ട്, ക്രോ കാക്കയുണ്ട്, സ്നേക്ക് പാമ്പുണ്ട്, ക്രാബ് ഞണ്ടുണ്ട്, പിന്നെ ഫ്രോഗ് അല്ലെ തവളയുണ്ട്, ടോർട്ടോയ്സ് ആമയുണ്ട്, സ്നെയില് ഒച്ചുണ്ട്, ഡ്രാഗൺ ഫ്ലൈ അല്ലെ, ഡ്രാഗൺ ഫ്ലൈക്ക് നമ്മൾ എന്താ പറയുന്നത്? പക്കി എന്നൊക്കെ പറയത്തില്ലേ, എന്താ അല്ലെ പക്കി, അറിയാവോ ഡ്രാഗൺ ഫ്ലൈ. അപ്പൊ നിങ്ങൾ എന്തൊക്കെ കാണുന്നുണ്ടോ? ഇനി അത് മാത്രമല്ല കുഞ്ഞിലേണ്ട, വെള്ളത്തിനകത്ത് ഫിഷ് ഉണ്ട് അല്ലെ. നിങ്ങൾ അപ്പൊ എന്തൊക്കെ കാണുന്നുണ്ടോ അതൊക്കെ അങ്ങ് എഴുതാനാണ് പറയുന്നത് കേട്ടോ. എഴുതിക്കോണേ. അടുത്ത, വിച്ച് ഓഫ് ദീസ് ക്രിയേച്ചേഴ്സ് ഫീഡ് ഓൺ പ്ലാന്റ്സ്? ഓക്കെ, ഇതിനകത്തിലെ ഈ പ്ലാന്റ്സുകൾ എന്തൊക്കെ, ഈ പ്ലാന്റ്സിനകത്തിൽ വിച്ച് ഓഫ് ദീസ് ക്രിയേച്ചർ ഫീഡ് ഓൺ പ്ലാന്റ്സ് എന്തൊക്കെയാന്ന് നോക്കിക്കേ. സ്മാൾ ഫിഷസ്, ഗ്രാസ് ഹോപ്പർ, ടർട്ടിൽ അല്ലെ. പ്ലാന്റ്സ് കഴിക്കുന്നത് ആരൊക്കെ അതിനകത്തില്? സ്മാൾ ഫിഷസ്, പിന്നെ ഗ്രാസ് ഹോപ്പർ, ടർട്ടില്, പിന്നെ എന്തൊക്കെയാ? വിച്ച് ക്രിയേച്ചേഴ്സ് ഫീഡ് ഓൺ സ്മാൾ ഫിഷസ്? ഏതൊക്കെയാണ് നിങ്ങൾ ഇവിടെ? ക്രെയിന്, ക്രാബ്, ക്രോയ്, ഫ്രോഗ്, ടോർട്ടോയ്സ് കേട്ടോ. അത് നല്ലപോലെ പഠിച്ചു വെച്ചേക്കണേ. സ്മാൾ ഫിഷസ് ഫീഡ് കേട്ടോ. ഏതൊക്കെയാന്ന് പഠിച്ചു വെച്ചേക്കണേ. അടുത്ത, കംപ്ലീറ്റ് ദ ഫുഡ് റിലേഷൻഷിപ്പ് ബൈ ആഡിങ് അതർ ക്രിയേച്ചേഴ്സ് ദാറ്റ് ഫീഡ് ഓഫ് ദം. ഇത് നിങ്ങളുടെ ടെസ്റ്റിനകത്തിൽ തന്നിരിക്കുന്നതാണ് കേട്ടോ. ഇതുപോലൊരു പടം തന്നിട്ടുണ്ട്. നോക്കിയേ, പ്ലാന്റ്സ് കഴിക്കുന്ന ഡിയറും റാബിറ്റും ഗ്രാസ് ഹോപ്പറും ഒക്കെ എന്താണ്? പ്ലാന്റ്സ് കഴിക്കുന്നതാ അല്ലെ. ഡിയറും മാനും മുയലും പുൽച്ചാടിയും ഒക്കെ. എന്നാൽ ഇതിനെയൊക്കെ നോക്കിയേ, ഇതിനെ നോക്കിയേ, ലയണ് അല്ലെ, റാബിറ്റ് അറിയാം, റാബിറ്റിനെ ആരാ? ടൈഗർ കഴിക്കുന്നു. ഡിയറിനെ ലയൺ കഴിക്കുന്നു. ഗ്രാസ് ഹോപ്പർ പുൽച്ചാടിയെ ആരാ? ഫ്രോഗ് കഴിക്കുന്നു. ഇതൊരു ചങ്ങലയായിട്ട് ഇങ്ങനെ പോവുക ഓരോന്നിനെ അല്ലെ. പുൽച്ചാടി കഴിക്കുന്നു, പുൽച്ചാടിയെ തവള കഴിക്കുന്നു. ഇങ്ങനെ ഒരു ചങ്ങലയായിട്ട് പോകുന്നുണ്ട് കേട്ടോ. സസ്യം ചെറുമീൻ കഴിക്കുന്നു, ചെറുമീനെ വലിയ മീൻ കഴിക്കും, വലിയ മീനെ കൊക്ക് കഴിക്കും. അങ്ങനെ ഒരു ചങ്ങലയാ കേട്ടോ. എക്സ്പാൻഡ് ദ ഫുഡ് റിലേഷൻഷിപ്പ് ബൈ ആഡിങ് മോർ ഓർഗാനിസം. അവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് കണ്ടോ. ഗ്രാസ് പുല്ല് ഡിയർ കഴിക്കുന്നു, ഡിയറിനെ ലയൺ കഴിക്കുന്നു. ഗ്രാസ് റാബിറ്റ് കഴിക്കുന്നു, റാബിറ്റിനെ ടൈഗർ കഴിക്കുന്നു. ഗ്രാസ് ഗോട്ട് കഴിക്കുന്നു, ഗോട്ടിനെ ടൈഗർ കഴിക്കുന്നു. ഗ്രാസ് ഡിയർ കഴിക്കുന്നു, ഡിയറിനെ ടൈഗർ. അങ്ങനെ ഒരു കേട്ടോ. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള 2-3 പേര് എഴുതി പഠിച്ചോണം. ഓക്കെ ആണല്ലോ. അടുത്ത നോക്കൂ നിങ്ങൾ, എന്താണ് ഫുഡ് ചെയിൻ എന്നാൽ എന്താണ്? നോക്കിക്കേ, ഫുഡ് ചെയിൻ അത് നല്ലപോലെ നോക്കണേ. എന്താണ് അതോ കുഞ്ഞുങ്ങളെ, ഫുഡ് ചെയിൻ എന്നാൽ എന്താണ്? എ ഫുഡ് ചെയിൻ ഈസ് ദ സീക്വൻസ് ഓഫ് ലിവിങ് ഓർഗാനിസം വേർ ഈച്ച് ഓർഗാനിസം ഇൻ ഈറ്റൻ ബൈ ദ നെക്സ്റ്റ് വൺ ഇൻ ദ ചെയിന്. നമ്മൾ മുമ്പ് പറഞ്ഞില്ലേ, പുൽച്ചാടി കഴിക്കുന്നു, പുൽച്ചാടിയെ തവള കഴിക്കുന്നു, തവളയെ സ്നേക്ക് കഴിക്കുന്നു. ഇങ്ങനെ ഒരു ചങ്ങലയായിട്ട് പോകുന്നില്ല. ഇതിന് മൊത്തത്തിൽ പറയുന്ന പേരാണ് ഫുഡ് ചെയിൻ എന്ന് കേട്ടോ. ഫുഡ് ചെയിൻ എന്ന് വെച്ചാൽ ആഹാര ശൃംഖല എന്നാണ് അതിൻ്റെ മലയാളം. എന്ന് വെച്ചാൽ ആഹാര ശൃംഖലാജാലത്തിലെ ഒരേ ശ്രേണിയിലുള്ള ഒരു ആഹാര ബന്ധം ആണ് ആഹാര ശൃംഖല എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പോൾ ഗ്രാസ് ആണെങ്കിൽ അതിനെ ഗ്രാസ് ഹോപ്പർ കഴിക്കുന്നു, അതിനെ ഫ്രോഗ് കഴിക്കുന്നു, ഫ്രോഗിനെ സ്നേക്ക് കഴിക്കുന്നു, സ്നേക്കിനെ വൾച്ചർ കഴിക്കുന്നു. ഇങ്ങനെ പോകുന്നതാണ് ഫുഡ് ചെയിൻ. ഫുഡ് ചെയിൻ ഈസ് എ സീക്വൻസ് ആണ്, ഒരു പാറ്റേൺ പോലെ. എന്ന് വെച്ചാൽ ചെറുതിനെ വലുത് കഴിക്കുന്നു, വലുതിനെ അതിനെക്കാട്ടി വലുത് കഴിക്കുന്നു. ഇങ്ങനെ പോകുന്നതാ കേട്ടോ. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ, എന്താണ് ഫുഡ് വെബ്? ഫുഡ് വെബ് എന്ന് വെച്ചാൽ എന്താണ്? അതുപോലെ തന്നെ നോക്കിക്കേ. ലിവിങ് ബീങ് ഡിപ്പെൻഡ് ഓൺ വൺ അനദർ ഫോർ ഫുഡ്. ദീസ് ഇന്റർ റിലേഷൻഷിപ്പ് എമംഗ് ദം ഈസ് ദ ഫുഡ് വെബ് കേട്ടോ. ഫുഡ് വെബ് എന്ന് പറയുന്ന ഒരു ചോദ്യമുണ്ട്, അത് നല്ലപോലെ പഠിച്ചോണം. ഫുഡ് ചെയിനും ഫുഡ് വെബും കൂടെ തിരിഞ്ഞു പോകല്ലേ കേട്ടോ. നല്ലപോലെ പഠിച്ചോണേ. അടുത്തത്, ഫുഡ് വെബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഹാര ശൃംഖലാ ജാലം എന്നാണ് കേട്ടോ. ലിവിങ് നമ്മൾ പറഞ്ഞു, ലിവിങ് ബീങ്സ് ഡിപ്പെൻഡ്സ് ഓൺ വൺ അനദർ ഫോർ ഫുഡ്. ദീസ് ഇന്റർ റിലേഷൻഷിപ്പ് എമംഗ് ദം ഈസ് ദ ഫുഡ് വെബ്. എന്ന് വെച്ചാൽ നമ്മൾ ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു. ജീവികളുടെ ഈ പരസ്പര ബന്ധത്തിനാവും നിങ്ങളെ പറയുന്നത്. ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് അല്ലേ, ഈ ബന്ധത്തിന് പറയുന്നതാണ് ആഹാര ശൃംഖലാ ജാലം. ആഹാരത്തിനായി ജീവികൾ പരസ്പരം അവരെ ആശ്രയിച്ച് ഡിപ്പെൻഡ് ചെയ്തിരിക്കുക അല്ലേ, അതുകൊണ്ടാണ് കേട്ടോ. ഇനി അതൊക്കെ നല്ലപോലെ എഴുതിയെടുക്കണേ. ഇനി നമ്മുടെ ടെസ്റ്റിൽ കൊടുത്തു, ഇതൊക്കെ ടെസ്റ്റിലായിട്ടോ. കോ എക്സിസ്റ്റൻസ് അറ്റ് ദ സീ വി ക്യാൻ പ്രിപ്പയർ ഓഫ് ഫുഡ് വെബ്. നിങ്ങളുടെ പുസ്തകത്തിൽ കണ്ടോ ഒരു പടം കൊടുത്തിട്ടുണ്ട്. അതിനകത്തിലെ ഓർഗാനിസം എന്ന് വെച്ചാൽ ജീവികൾ, അതുപോലെ തന്നെ അവരുടെ ഫുഡുകളും. നോക്കിയേ, ഷാർക്ക് എന്തിനാണ് കുഞ്ഞുങ്ങളെ ഫുഡ് കഴിക്കുന്നത്? സ്ക്വഡ്, ഫിഷസ്, സീ ടർട്ടിൽ അല്ലേ, അതിനേക്കാൾ ചെറിയതിനെയാണ്. അതുപോലെ സർഡൈൻ എന്ന് വെച്ചാൽ മത്തിയാണ് കേട്ടോ. അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കണേ കേട്ടോ. ഇതിൻ്റെയൊക്കെ പേരറിയാവോ നിങ്ങൾക്ക് കേട്ടോ? അതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. ഷാർക്ക്, പിന്നെ എന്തോത്തിനെയൊക്കെയാ? ഷാർക്ക്, സ്ക്വഡ്, SQUI,
ഡി എന്ന് കേട്ടോ. ഫിഷസ്, സീ ടർട്ടിൽ. സർഡൈൻ എന്ന് വെച്ചാൽ സ്മാൾ ഫിഷസ്, പ്ലാങ്ക്ടണ്. സീ ടർട്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പ്ലാന്റിൻ്റെ പാർട്സുകളും അതുപോലെ തന്നെ ഫിഷസുമാണ്. സ്മാൾ ഫിഷസ് പ്ലാങ്ക്ടണുമാണ്. പ്ലാങ്ക്ടൺ എന്ന് വെച്ചാൽ പ്ലവകങ്ങൾ എന്നാണ് കേട്ടോ. പ്ലവകങ്ങൾ എന്ന് വെച്ചാൽ എന്താ നിങ്ങളെ ഈ വെള്ളത്തിൻ്റെ അകത്തിലുള്ള ചെറിയ ചെറിയ എന്താ പ്ലാന്റ്സുകളുണ്ടല്ലോ അതിനാണ് കേട്ടോ. ഇനി നോക്കിക്കേ, അതിൻ്റെ ഒരു ബോക്സും താഴെ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കിക്കോണേ കേട്ടോ. ആ ബോക്സ് കാണാൻ പറ്റുന്നുണ്ട് കണ്ടോ. പ്ലാങ്ക്ടൺ, സ്മാൾ ഫിഷസ്, സർഡൈന്, പ്ലാങ്ക്ടൺ കണ്ടോ. അത് നമ്മുടെ ടെസ്റ്റിലെയാണ്, എഴുതിയെടുത്തോണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് പ്ലാങ്ക്ടൺ എന്നാൽ എന്തെന്ന് പറഞ്ഞല്ലോ. എന്താണ് ഈ പ്ലാങ്ക്ടൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലവകങ്ങൾ എന്നാണ് അതിൻ്റെ മലയാളം കേട്ടോ. ഒന്ന് ഓർത്ത് വെച്ചേക്കണേ. എന്താണ് മലയാളം? പ്ലവകങ്ങൾ, പ്ലവകങ്ങൾ കേട്ടോ. എന്താണ് പ്ലവകങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാങ്ക്ടൺ എന്ന് വെച്ചാൽ അതായത് നമ്മുടെ ഈ ജലാശയത്തിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറിയ സസ്യങ്ങളെ കുഞ്ഞുങ്ങളെ കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാങ്ക്ടൺ ആർ സ്മാൾ പ്ലാന്റ്സ് ആണ് ദാറ്റ് ഫ്ലോ ഫ്രീലി ഇൻ വാട്ടർ ബോഡീസ്. നമ്മൾ ഈ പായൽ എന്തുവാ അതിന് പറയുന്നത്? പായലൊന്നല്ലല്ലോ, എന്തുവാ താമരയൊക്കെ ഉള്ളപ്പോൾ അതിനകത്ത് കിടക്കുമല്ലോ, പായൽ അല്ലേ, പായലെന്ന് പായൽ അല്ലേ, ചെറിയ ചെറിയ അത്. പ്ലാങ്ക്ടൺ ആർ സ്മാൾ പ്ലാന്റ്സ് ദാറ്റ് ഫ്ലോ ഫ്രീലി ഇൻ വാട്ടർ ബോഡീസ്. ദേ ആർ പ്രൊഡ്യൂസേഴ്സ് ഇൻ ദ ഹാബിറ്റാറ്റ് സിസ്റ്റം ഓഫ് ദി ഓഷൻസ് കേട്ടോ. പ്ലാങ്ക്ടൺ എന്നാൽ എന്താണെന്ന് വെച്ചാൽ ഒറ്റ വാക്കിൽ ആ ജലാശയത്തിൽ ആ വാട്ടർ ബോഡീസ് വരെ പഠിച്ചാലും മതി. ജലാശയത്തിൽ സ്വതന്ത്രമായി ഒഴി നടക്കുന്ന ചെറിയ സസ്യങ്ങളെയാണ് പ്ലവകങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ അടുത്ത ടെസ്റ്റിലെ ഫോർ സർവൈവലിനെ കുറിച്ചാണ് നിങ്ങളെ നോക്കിക്കേ. വാട്ട് കമ്പോണൻസ് ഡസ് ദ ഫിഷ് നീഡ് ടു സർവൈവ്? നോക്കിയേ, ഒരു ഫിഷ് സർവൈവ് ചെയ്യണമെങ്കിൽ നോക്കൂ നിങ്ങൾ എന്തൊക്കെയാ? വാട്ടർ, സൺലൈറ്റ്, ഓക്സിജന്, അക്വാറ്റിക് പ്ലാന്റ്സുകൾ, സ്മാൾ ഫിഷ്, വോംസ്, ഇതൊക്കെയാണ് കേട്ടോ അല്ലേ. ഒരു ഫിഷ് സർവൈവ് ഒരു ഫിഷിന് ജീവിക്കണമെന്നുണ്ടെങ്കിൽ അല്ലേ എന്തെല്ലാം വേണമെന്ന്, മത്സ്യത്തിന് നിലനിൽക്കാൻ, നമ്മുടെ മീനിന് നിലനിൽക്കാൻ എന്തെല്ലാം ഘടകങ്ങൾ ആവശ്യമാണ്? ലിവിങ് തിങ്സ് ഇൻ പോണ്ട്, കുളത്തിൽ ജീവിക്കുന്നവ ഏതൊക്കെയാണെന്നൊരു ചോദ്യമുണ്ട് കേട്ടോ. നമ്മുടെ ഒരു കുളം തന്നിട്ട് ആ കുളത്തിനകത്തിൽ ജീവിക്കുന്ന ലിവിങ് തിങ്സ് ഇൻ പോണ്ട്, ഞാനത് എഴുതിയില്ലെന്ന് തോന്നുന്നു കേട്ടോ. ഏതൊക്കെയാണ്? ക്രാബ്, ഫ്രോഗ്, സ്മാൾ ഫിഷും ഞണ്ടും തവളയും ചെറുമീനും ഒക്കെ എന്താണ്? ലിവിങ് തിങ്സ് ഇൻ പോണ്ടാണ് കേട്ടോ. ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. ഇപ്പൊ ചോദിച്ചാൽ എന്താ നിങ്ങളെ? വാട്ട് കോമ്പോണന്റ് ഡസ് ഫിഷ് നീഡ് ടു സർവൈവ്? മത്സ്യത്തിന് നിലനിൽക്കാൻ എന്തെല്ലാം ഘടകങ്ങൾ ആവശ്യം? ഒരു മത്സ്യത്തിന് നിലനിൽക്കാൻ എന്തെല്ലാം വേണം? അതിന് സൺലൈറ്റ് വേണം, വാട്ടർ വേണം, ഓക്സിജൻ വേണം, പിന്നെ അതിന് വല്ല കഴിക്കാൻ അക്വാറ്റിക് പ്ലാന്റ്സ് വേണം അല്ലേ, വോംസ് വേണം കേട്ടോ. ഇനി അതുപോലെ ടെസ്റ്റിൽ നോക്കിക്കേ, അടുത്ത ചോദ്യം ലിവിങ് തിങ്സും നോൺ ലിവിങ് തിങ്സും. ലിവിങ് തിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവനുള്ളവ ഏതൊക്കെയാണ്? നോൺ ലിവിങ് തിങ്സ് എന്ന് വെച്ചാൽ ജീവൻ ഇല്ലാത്തവ ഏതൊക്കെയാണ്? നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഞാൻ കൊടുത്തായിട്ട്. ജീവനുള്ളവ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ അല്ലേ, മാന്, മീന്, സ്നേക്ക്, ക്രാബ്, ഫിഷ്, ഫ്രോഗ്, ഏതെങ്കിലും ഒക്കെ ജീവനുള്ളവ നമുക്കറിയാം, എന്നാലും അങ്ങ് എഴുതിക്കോണം കേട്ടോ. ഡക്ക്, ക്രെയിന്, ക്രാബ് അല്ലേ. എന്നാൽ ജീവനില്ലാത്തവ എന്തൊക്കെയാണ് നിങ്ങളെ? മണ്ണ് അല്ലേ, കല്ല്, മണ്ണ്, നമ്മുടെ ബോക്സ്, നമ്മുടെ ബുക്ക്, പുസ്തകം അല്ലേ, പേന, പെൻസിൽ, ഇതിനൊന്നും എന്താണ്? ജീവനില്ല അല്ലേ. അപ്പോൾ അതിനെ നോൺ ലിവിങ് തിങ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ഹാബിറ്റാറ്റ് എന്നാൽ എന്താണ്? ഹാബിറ്റാറ്റ് എന്നാട്ടോ. ഹാബിറ്റാറ്റ് എന്ന് വെച്ചാൽ ആവാസ വ്യവസ്ഥ എന്നാണ് കറക്റ്റിൻ്റെ മലയാളം. എന്താ നിങ്ങളെ? ആവാസ വ്യവസ്ഥ. നമുക്കെല്ലാം ജീവിക്കണമെങ്കിൽ എന്ത് വേണം അല്ലേ? പാർപ്പിടം അല്ലേ. നമുക്കെല്ലാം ജീവിക്കണമെങ്കിൽ എന്ത് വേണം? ആവാസം എന്ന് വേണേൽ കറക്റ്റ് പറയാം അല്ലേ. ദ നാച്ചുറൽ സറൗണ്ടിങ് ഇൻ വിച്ച് ആൻ ഓർഗാനിസം ലീവ്സ് ആർ കാൾഡ് ഹാബിറ്റാറ്റ് അല്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവികൾക്ക് നിലനിൽപ്പിനാവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയ അതിൻ്റെ ചുറ്റുപാടിനെയാവും ഞങ്ങളെ എന്ത് പറയുന്നത്? ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് അല്ലെ ജീവികൾക്ക്, ജീവനുള്ളവയല്ല ജീവികൾക്ക് നിലനിൽപ്പിനാവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയ അതിൻ്റെ ചുറ്റുപാടിനെയാണ് ആവാസ വ്യവസ്ഥ അല്ലെ ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത് കേട്ടോ. വി ഹാവ് മെനി ഹാബിറ്റാറ്റ് അറൗണ്ട് അസ് ഉണ്ടല്ലോ. എക്സാമ്പിൾ ഫോർ ഹാബിറ്റാറ്റ്സ് ഏതൊക്കെ കുഞ്ഞുങ്ങളെ? പോണ്ട്, പാഡി ഫീൽഡ്, ഗാർഡൻ, ലേക്ക്, റിവർ, ഫോറസ്റ്റ് അല്ലേ. ഇതൊക്കെ എന്താ? ഹാബിറ്റാറ്റ്. അതുപോലെ തന്നെ ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ ഈസ് എ ഹാബിറ്റാറ്റ് ടു മെനി ക്രിയേച്ചർ വിച്ച് ആർ ദേ ഏതൊക്കെയാ? ദ ലിവിങ് തിങ്സ് ഇൻ ദ ബയോഡൈവേഴ്സിറ്റി ഗാർഡനിൽ ജീവനുള്ളവ ഏതൊക്കെയാവും കുഞ്ഞുങ്ങളെ? ബട്ടർഫ്ലൈ, പ്ലാന്റ്സ്, ട്രീസ്, ഡ്രാഗൺ ഫ്ലൈ, ഗ്രാസ് ഹോപ്പർ, ഇതൊക്കെ എന്താണ്? ലിവിങ് തിങ്സ്, ജീവനുള്ളവയാണ്. എന്നാൽ നോൺ ലിവിങ് തിങ്സോ? സൂര്യപ്രകാശം, സാൻഡ്, പെബിള്, വാട്ടർ, എയർ, ഇതെല്ലാം എന്താണ്? നോൺ ലിവിങ് ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ ആണ് കേട്ടോ.
ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ ദ ലിവിങ് തിങ്സും ഉണ്ട്, ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ നോൺ ലിവിങ്. ആ ലിവിങ്ങും നോൺ ലിവിങ് എന്ന് കാണുമ്പോഴേ നമുക്കറിയാം കേട്ടോ. അതൊന്ന് പഠിച്ച് വെച്ചേക്കണം, ലിവിങ്ങും നോൺ ലിവിങ് കേട്ടോ. ഓക്കെ ആണല്ലോ. അടുത്ത നമ്മളുടെ ചോദ്യം, ലിവിങ് തിങ്സ് ക്യാൻ എക്സിസ്റ്റ് ഓൺലി ബൈ ഡിപ്പെൻഡിങ് ഓൺ നോൺ ലിവിങ് തിങ്സ്. ഡു യു എഗ്രി വിത്ത് ദി സ്റ്റേറ്റ്മെൻറ്റ്? വൈ? ഐ എഗ്രി വിത്ത് ദി സ്റ്റേറ്റ്മെൻറ്റ്. പ്ലാന്റ്സ് ആർ ദ പ്രൊഡ്യൂസേഴ്സ് ഓഫ് നേച്ചർ. അല്ലേ, ശരിയാണല്ലോ. പ്ലാന്റ്സ് പ്രിപ്പയർ ഫുഡ് ബൈ യൂസിങ്. ഏതൊക്കെയാ പ്ലാന്റ്സ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ എന്തൊക്കെ വേണം? സൺലൈറ്റ്, വാട്ടർ, സാൻഡ്, അല്ലേ, സൺലൈറ്റ്, വാട്ടർ, സാൻഡ്, എയർ, മിനറൽസ് എക്സെട്ര. ഏതാ? പ്ലാന്റ്സ് പ്രിപ്പയർ ഫുഡ് കേട്ടോ. പ്ലാന്റ്സിൻ്റെ ആണ് പ്രിപ്പയർ ഫുഡ് യൂസിങ് സൺലൈറ്റ്, വാട്ടർ, സാൻഡ്, എയർ, മിനറൽസ് എക്സെട്ര കേട്ടോ. പ്ലാന്റ്സിൻ്റെ ആണ് കുഞ്ഞുങ്ങൾ കേട്ടോ. അടുത്ത, വാട്ട് ഹാബിറ്റന്റ് ആർ സീൻ ഇൻ ദീസ് പിക്ചർ. അതാണ്ട് 4 പടം നമ്മുടെ ടെസ്റ്റിൽ തന്നിട്ടുണ്ട് കണ്ടോ. ഇത് ഏതൊക്കെയാണെന്നൊന്ന് നോക്കിക്കേ. ഒന്നാമത്തത് നോക്കിയേ, ഗ്രാസ് ലാൻഡ് കേട്ടോ. ഫസ്റ്റ് ഇത് ഗ്രാസ് ലാൻഡ്, ഇത് ഡിസേർട്ട്, ഇത് ഐലൻഡ്, ഇത് ആർട്ടിക് കേട്ടോ. ആർട്ടിക് നോക്കിക്കേ, പോളാർ ബിയറിൻ്റെ കണ്ടോ. ഐലൻഡ് കണ്ടോ നിങ്ങൾ, ഐലൻഡ്, ഇത് ഐലൻഡാണ് ഐലൻഡ്. ഇത് ഡിസേർട്ട്, ഇത് എന്താ ഗ്രാസ് ലാൻഡ്, പുൽമേടുകൾ അല്ലേ. പുൽമേടുകളും പിന്നെ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചതാ അല്ലേ, പിന്നെ മരുഭൂമി, പുൽമേട്, ഐലൻഡ് അല്ലേ. അതൊക്കെ ഒന്ന് പഠിച്ച് വെച്ചേക്കണേ കേട്ടോ. ഓക്കെ, അടുത്ത നോക്കിക്കേ, ഒരു ഫുഡ് കാർഡ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു ഫുഡ് കാർഡ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ടല്ലോ കേട്ടോ. ഏതെങ്കിലും ഉണ്ടോ നല്ലൊരു പൂച്ചക്കുഞ്ഞിൻ്റെയൊക്കെ പടമൊക്കെ കൊടുത്തിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? ഉണ്ടോ? ഒരു ഫുഡ് കാർഡ് എന്നാണ് കേട്ടോ. ഉണ്ട്, ആ പേര് ഫുഡ് കാർഡ് കണ്ടോ. താപ്പോട്ടാക്കുമ്പോൾ ഈ ഓക്കെ, ഫുഡ് കാർഡ് എൻ്റെ പൂച്ചക്കുഞ്ഞിൻ്റെ വെച്ചൊരു ഫുഡ് കാർഡ് കൊടുത്തിട്ടുണ്ട്. ക്രിയേച്ചർ എന്ന് വെച്ചാൽ ക്യാറ്റാണ്. ഇവിടുത്തെ ജീവി എന്ന് പറയുന്നത് ക്യാറ്റാണ്. അതിൻ്റെ ഫുഡ് എന്തൊക്കെയാണെന്ന് നോക്കൂ കുഞ്ഞുങ്ങളെ. സ്മാൾ ക്രിയേച്ചർ, ചെറിയ ജീവികൾ അല്ലേ, പല്ലീന്നോ പാറ്റേന്നോ അല്ലേ, എലി, ഇതൊക്കെയാണ് അതിൻ്റെ അല്ലേ, ഫിഷ്, മീറ്റ്, ഇവയൊക്കെയാണ് നമ്മുടെ പൂച്ചക്കുട്ടൻ്റെ ആഹാരം അല്ലേ, ക്യാറ്റ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ജീവിയെ ഇതുപോലെ വെച്ചിട്ട് ഒരു ഫുഡ് കാർഡ് തയ്യാറാക്കണം കേട്ടോ, ചോദിച്ചിട്ടുണ്ട്. അടുത്ത, വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ടൈഗേഴ്സ് ഡിസപ്പിയർ ഫ്രം ദീസ് ഹാബിറ്റന്റ്. നോക്കൂ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ചുറ്റുപാടുമെങ്കിലേ ടൈഗറുകളൊക്കെ ഇല്ലാതായി കഴിഞ്ഞാൽ നമ്മുടെ അതിനെക്കുറിച്ചൊക്കെ നമ്മുടെ ടെസ്റ്റിൽ വിശദമായിട്ട് നമ്മുടെ ലിങ്കിനകത്തിൽ ഓൾറെഡി ഇതെല്ലാം ഇട്ടിട്ടുണ്ടോ നിങ്ങൾ കേട്ടോ. നമ്മുടെ ടൈഗർ നമ്മുടെ ഈ ആവാസ വ്യവസ്ഥയിൽ ടൈഗർ അങ്ങ് ഇല്ലാതായി കഴിഞ്ഞാൽ എന്തായിരിക്കും എന്ന് നോക്കിയേ. ദ നമ്പർ ഓഫ് ഫോക്സ്, ഡിയർ, ബൈസൺ വിൽ ഇൻക്രീസ്. അതിനേക്കാൾ ചെറിയ ജീവികളുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കും അല്ലേ. കാരണം എന്താ, മറ്റേത് ഇതൊക്കെ ഓടി വന്ന് ഇതിനെയൊക്കെ പിടിച്ച് തിന്നുന്നതുകൊണ്ട് ഇതിൻ്റെ എണ്ണം കുറഞ്ഞു വരുന്നത്. അല്ലെങ്കിൽ ഇതിനെയൊക്കെ എന്താ, ഇതൊക്കെ ഈ അതിനേക്കാൾ വലിയ ജീവികൾ ഇല്ല എന്നുണ്ടെങ്കിൽ, ഇപ്പം പറഞ്ഞ ടൈഗർ ഇല്ലെങ്കിൽ ഈ അതിനേക്കാൾ ചെറിയ ജീവികളായ ഫോക്സും ഡിയറും ബൈസൻ്റെ ഒക്കെ എന്താ പടം കൊടുത്തിട്ടുണ്ട് ടെസ്റ്റിൽ. അതിൻ്റെ എണ്ണം കൂടും. എണ്ണം കൂടി എന്താണ്, നമുക്ക് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ വയ്യാത്ത അവസ്ഥയാവും. ഇതുങ്ങളെ കൊണ്ട് അങ്ങ് പെരുകും കേട്ടോ. അടുത്ത ഫുഡ് ചെയിൻ ആണ് കുഞ്ഞുങ്ങളെ, ഫുഡ് ചെയിൻ കേട്ടോ. ഫുഡ് ചെയിൻ നോക്കിക്കേ. എ സിംഗിൾ സീക്വൻസ് ഓഫ് ഫുഡ് റിലേഷൻഷിപ്പ് ഫ്രം ദ ഫുഡ് വെബ് ഈസ് ദ ഫുഡ് ചെയിൻ. അതൊന്ന് പഠിച്ച് വെച്ചേക്കണം കേട്ടോ. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫുഡ് ചെയിനിക്ക് ഒന്നും മുമ്പ് ഞാൻ പറഞ്ഞതല്ലേ, ആഹാര ശൃംഖലാ ജാലത്തെക്കുറിച്ച്. ആ ലിവിങ് തിങ്സും നോൺ ലിവിങ് തിങ്സും ഒക്കെ ഒന്ന് പഠിച്ച് വെച്ചേക്കണേ കേട്ടോ. ഇവിടെ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം, ഹൂ ഈസ് ദ കോമൺ മെമ്പർ ഇൻ ആൾ ഫുഡ് ചെയിൻ. ഏതാ കുഞ്ഞുങ്ങളെ? ഒരു മാർക്കിന് ചോദിക്കാൻ പറ്റിയ ഒരു ചോദ്യം കേട്ടോ. എന്താണ്? ഹൂ ഈസ് ദ കോമൺ മെമ്പർ ഇൻ ആൾ ഫുഡ് ചെയിൻ. അതായത് നമ്മുടെ ഭക്ഷ്യശൃംഖലയിൽ അല്ലേ അടങ്ങിയിരിക്കുന്നത് ആരാണ്? ഭക്ഷ്യശൃംഖലയിൽ അടങ്ങിയിരിക്കുന്ന ആൾ ആരാന്ന് ചോദിച്ചാൽ പ്ലാന്റ്സ് ആണ് കേട്ടോ. ചിലപ്പോൾ ഒരു മാർക്കിന് അത് ചോദിക്കാം കേട്ടോ. അതൊന്ന് പഠിച്ച് വെച്ചേക്കണേ. ഫുഡ് ചെയിൻ എന്നാൽ എന്താ കുഞ്ഞുങ്ങളെ? സിംഗിൾ സീക്വൻസ്. അത് മുമ്പ് ഞാൻ പറഞ്ഞു തന്നു. നോക്കിക്കേ, ഫ്ലവർ, ഫ്ലൈസ്, ഫ്രോഗ്, സ്നേക്ക്, ഈഗിള്. ഫ്ലവറിനെ എന്ത് ചെയ്യുന്നു? ഫ്ലൈസ് തിന്നുന്നു. ഈ ഫ്ലൈസിനെ ഫ്രോഗ് കഴിക്കുന്നു, ഫ്രോഗിനെ സ്നേക്ക് കഴിക്കുന്നു, സ്നേക്കിനെ ഈഗിൾ കഴിക്കുന്നു. ഇങ്ങനെയുള്ള സീക്വൻസിന് പറയുന്ന എന്ന് വെച്ചാൽ മറ്റേതിനെ കഴിക്കുന്നു, അത് അടുത്തതിനെ ഇങ്ങനെയുള്ള ഒരു ഫുഡ് റിലേഷൻഷിപ്പ്, അവർ തമ്മിലൊരു ബന്ധമുണ്ട് അല്ലേ. എ സിംഗിൾ സീക്വൻസ് ഓഫ് ദ ഫുഡ് റിലേഷൻഷിപ്പ് ഫ്രം ദ ഫുഡ് വെബ് ഈസ് ദി ഫുഡ് ചെയിൻ. അതൊന്ന് പഠിച്ച് വെച്ചേക്കണേ. ഫുഡ് ചെയിൻ്റെ ഉണ്ട് ഗ്രാസ് ഹോപ്പർ, ഫ്രോഗ് കണ്ടോ ഇതൊന്ന് പഠിച്ച് വെച്ചേക്കണേ. ഓരോന്ന് എന്തോത്തിനെയൊക്കെയാണ് തിന്നുന്നത്. ഓക്കെ, ഫ്രം വിച്ച് ഓർഗാനിസം ഡു ആൾ ദ ഫുഡ് ചെയിൻസ് ബിഗിൻസ്. അതിപ്പോൾ ഞാൻ പറഞ്ഞേ അല്ലേ,
ഏതൊക്കെയാ കുഞ്ഞുങ്ങളെ? ഏതാ? പ്ലാന്റ്സ് ആണ്. ഫ്രം പ്ലാന്റ്സ്. വേർ ഡു പ്ലാന്റ്സ് ഗെറ്റ് ഫ്രം ഫുഡ്? എങ്ങനെയാ? വേർ ഡു പ്ലാന്റ്സ് ഗെറ്റ് ദെയർ ഫുഡ്? എവിടെ നിന്നാ? പ്ലാന്റ്സ് ഫ്രം പ്രിപ്പയർ ഫുഡ് അല്ലേ? പ്ലാന്റ്സ് പ്രിപ്പയർ ഫുഡ്. അടുത്ത, വാട്ട് വിൽ ഹാപ്പൻ ടു ദ ഹാബിറ്ററ്റ് ഇഫ് ദ ആഫ്രിക്കൻ കാറ്റ് ഫിഷ് എന്ന് പറയുന്നുണ്ട്, കാറ്റ് ഫിഷ് അല്ലേ, റീച്ചസ് ഇൻ ടു എ ലോക്കൽ പോണ്ട്? ഇതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് അതിൽ പറയുന്നുണ്ട്. അതുപോലെ മുഷിയെക്കുറിച്ച് അല്ലേ, ആഫ്രിക്കൻ മുഷിയെക്കുറിച്ചൊക്കെ. ദ ആഫ്രിക്കൻ കാറ്റ് ഫിഷ് ഈസ് എ ഫിഷ് ഫൗണ്ട് ഇൻ ദ ആഫ്രിക്കൻ കോണ്ടിനെന്റ്. ദേ ഗ്രോ ആൻഡ് മൾട്ടിപ്പിൾ വെരി ക്വിക്ക്ലി. ഇത് കിടന്നങ്ങ് പെരുകും കുഞ്ഞുങ്ങളെ കേട്ടോ. അതിനെക്കുറിച്ച് മലയാളത്തിലൊക്കെ ഞാൻ ആ ഫസ്റ്റ് പാർട്ടിൽ നല്ലപോലെ പറഞ്ഞ കുഞ്ഞുങ്ങളെ. ഇത് കിട്ടാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഇത് പറയുന്നത് കേട്ടോ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെരുകി ഇപ്പോൾ ഓരോ ദിവസം കഴിയുന്തോറും അതങ്ങ് ഇരട്ടിയായിട്ട് പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിയാണ് ഈ ആഫ്രിക്കൻ കാറ്റ് ഫിഷ് കേട്ടോ. ഇറ്റ്സ് എ ഫിഷ് ഫൗണ്ട് ഇൻ ദ ആഫ്രിക്കൻ കോണ്ടിനെന്റ്. ദേ ഗ്രോ ആൻഡ് മൾട്ടിപ്ലൈ വെരി ക്വിക്ക്ലി ഇഫ് ദേ റീച്ച് ദ വാട്ടർ ബോഡീസ് ഓഫ് അവർ കൺട്രി. ഇഫ് ഫീഡ് ഓൺ നേറ്റീവ് ഫിഷ് ഇൻ ദ വാട്ടർ ബോഡീസ്, ദ ഓർഗാനിസം ദാറ്റ് ഫീഡ് ഓൺ ദ ആഫ്രിക്കൻ കാറ്റ് ഫിഷ് ആർ നോട്ട് ഫൗണ്ട് ഇൻ അവർ വാട്ടർ ബോഡീസ്. ദീസ് വിൽ ബി ഹാംഫുൾ എന്താ ടു ബി ഹാബിറ്റാറ്റ് കേട്ടോ. അതൊന്ന് അറിഞ്ഞിരിക്കണേ. അടുത്ത, വിച്ച് ആർ ദ മെയിൻ കോമ്പോണൻസ് ദാറ്റ് പ്ലാന്റ്സ് നീഡ് ടു മേക്ക് ദെയർ ഫുഡ്? എന്തൊക്കെയാണ് കുഞ്ഞുങ്ങളെ മെയിൻ കോമ്പോണൻസ് ദാറ്റ് പ്ലാന്റ്സ്? ഒരു പ്ലാന്റ്സിന് എന്തൊക്കെ ആവശ്യം? ദെയർ ഫുഡിന് എന്തൊക്കെ ആവശ്യമാണ്? സൺലൈറ്റ് വേണം, വാട്ടർ, കാർബൺ ഡയോക്സൈഡ്, ക്ലോറോഫിൽ കേട്ടോ. ഇതൊക്കെ എഴുതി എടുത്തോടെ. വാട്ട് ഈസ് എ ഫോട്ടോസിന്തസിസ്? എന്താ കുഞ്ഞുങ്ങളെ പ്രകാശ സംശ്ലേഷണം എന്നാൽ? നോക്കിക്കേ, പ്ലാന്റ്സ് മേക്ക് ഫുഡ് യൂസിങ് കാർബൺ ഡയോക്സൈഡ് ആൻഡ് വാട്ടർ. ഫോർ ദീസ് ദേ യൂസ് ദ എനർജി ഫ്രം സൺലൈറ്റ്. സോ ദിസ് ആക്ടിവിറ്റി ഈസ് കാൾഡ് ഫോട്ടോസിന്തസിസ് കേട്ടോ. അത്ര എഴുതിയാൽ മതി. ഇനി ക്ലോറോഫിൽ ഈസ് ദ പിഗ്മെന്റ് ഇൻ ദ ലീവ്സ് ദാറ്റ് ഹെൽപ്പ് പ്ലാന്റ്സ് ടു പ്രൊഡ്യൂസ് ഫുഡ്. ഓക്സിജൻ ഈസ് ആൾസോ പ്രൊഡ്യൂസ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് ദിസ് ആക്ടിവിറ്റി. ഇത് പഠിക്കുന്നത് കൊണ്ട് എന്താണെന്നറിയാം, 3 ക്വസ്റ്റ്യൻ ആൻസർ എഴുതാൻ പറ്റും. ഫോട്ടോസിന്തസിസ് എന്നാൽ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്ലാന്റ്സ് മേക്ക് ഫുഡ് തൊട്ട് ഫോട്ടോസിന്തസിസ് വരെ എഴുതിയാൽ മതി. ഇനി അതിനകത്തിലെ അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതാം, ക്ലോറോഫിൽ ഈസ് എ പിഗ്മെന്റ് ഇൻ ദ ലീവ്സ് ഹെൽപ്പ് പ്ലാന്റ്സ് ടു പ്രൊഡ്യൂസ് ഫുഡ്. എന്താ സഹായിക്കുന്നത് പ്രൊഡ്യൂസ് ഫുഡ്? ക്ലോറോഫില്ലാണ് കേട്ടോ. ഇനി അതുപോലെ തന്നെ ഓക്സിജൻ ഈസ് ആൾസോ പ്രൊഡ്യൂസ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് ദീസ് ആക്ടിവിറ്റി. അതുകൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കണേ കേട്ടോ. ഫോട്ടോസിന്തസിസ് ചോദിക്കുന്നതാണ്. അടുത്ത, സോഴ്സസ് ഓഫ് എനർജി. ത്രൂ വിച്ച് പാർട്ട് ഓഫ് പ്ലാന്റ്സ് മെയിൻലി റിസീവ് സൺലൈറ്റ്? എന്താ കുഞ്ഞുങ്ങളെ റിസീവ് സൺലൈറ്റ്? എന്താ? ത്രൂ ലീവ്സിൽ അല്ലേ, ഇലയിലാണ്. അത് വാട്ട് ഈസ് ക്ലോറോഫിൽ? നമ്മളിപ്പോൾ പറഞ്ഞ എന്താ? ക്ലോറോഫിൽ ഈസ് ദ ഗ്രീൻ പിഗ്മെന്റ് ഇൻ ലീവ്സ് കേട്ടോ. ക്ലോറോഫിൽ ഈസ് ദ ഗ്രീൻ പിഗ്മെന്റ് ഇൻ ലീവ്സ്. പഠിച്ചോണേ. ഓക്കെ. അടുത്ത, വാട്ട് ആർ പിഗ്മെന്റ്സ്? നമ്മളിപ്പോൾ പറയും എന്ത് ഈ പിഗ്മെന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? പിഗ്മെന്റ് ഗീവ് കളർ ടു ലീവ്, സ്റ്റെം, ഫ്ലവർ ആൻഡ് ഫ്രൂട്ട്സ് കേട്ടോ. പിഗ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കളർ കൊടുക്കുമല്ലോ നിങ്ങളെ. ഇപ്പൊ ഇലയുടെ കളർ പച്ചയാണ്, കമ്പിന്റെ കളറും ലൈറ്റ് പച്ചയാണ്, പൂവിന്റെ കളർ ചുവപ്പാണ്, ഫ്രൂട്ട്സിന്റെ കളർ മഞ്ഞയാണ്, ഇങ്ങനെയൊക്കെ കൊടുക്കുമല്ലോ. വാട്ട് ആർ പിഗ്മെന്റ് കേട്ടോ. പിഗ്മെന്റിനെ കുറിച്ചൊക്കെ പഠിക്കാനുണ്ട്. വിച്ച് ഗ്യാസ് ഈസ് യൂസ്ഡ് ഫോർ ഫോട്ടോസിന്തസിസ്? ഫോട്ടോസിന്തസിസിന് യൂസ് ചെയ്ത ഗ്യാസ് ഏതാണ്? കാർബൺ ഡയോക്സൈഡ് ആണ്. വിച്ച് ഗ്യാസ് ഈസ് യൂസ്ഡ് ബൈ ലിവിങ് ഓർഗാനിസം ഫോർ റെസ്പിറേഷൻ? ഓക്സിജൻ ആണ് കേട്ടോ. ശ്വസന സമയം ഓക്സിജൻ ആണ്. നെയിം ദ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ടു മാഗ്നിഫൈ തിങ്സ് ദാറ്റ് കനോട്ട് ബി സീൻ വിത്ത് ദ നേക്കഡ് ഐസ്? നമ്മുടെ നഗ്ന നേത്രം കൊണ്ട് നമുക്ക് കാണാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ ഏത് ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചാണ് നോക്കുന്നത്? മൈക്രോസ്കോപ്പ്. നോക്കൂ നിങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ടാണ് ഡൈവേഴ്സിറ്റി ഇൻ കളർ. നമുക്ക് ഓരോന്നിനും ഓരോ കളർ കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞല്ലോ പച്ച, ഇലകൾക്ക് പച്ച കളർ കൊടുക്കുന്ന ഏത് പിഗ്മെന്റ് ആണ്? ക്ലോറോഫിൽ ആണ്. ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. സ്പെല്ലിങ് നല്ലപോലെ പഠിച്ചോണം. ഇനി യെല്ലോ കളർ കൊടുക്കുന്ന പഴങ്ങള്, മാങ്ങ നല്ലപോലെ പഴുക്കുന്നു അല്ലെ, ഓറഞ്ച് നല്ലപോലെ പഴുക്കുന്നു, ഇതിനൊക്കെ മഞ്ഞ കളർ കൊടുക്കുന്നത് ആരാണ്? സാന്തോഫിൽ ആണ് കേട്ടോ. സാന്തോ സ്പെല്ലിങ് പഠിച്ചോണേ. ഇനി റെഡ് കളർ, നല്ല ചുമന്നിരിക്കുന്ന എന്താ? ആപ്പിള് അല്ലെ, ആപ്പിളിന്റെ പുറഭാഗം നല്ലപോലെ ചുവപ്പ് കളർ വരുന്നില്ലേ, അല്ല ചുവന്ന എന്താ ചെറിപ്പഴമൊക്കെ ചുവപ്പ്, അതൊക്കെ എന്താണെന്നറിയോ? ആന്തോസയാൻ എന്നാട്ടോ. ആന്തോസയാനിൻ സ്പെല്ലിങ് പഠിച്ചോണേ. ഇനി ഓറഞ്ച് കളർ വരണമെങ്കിൽ അത് കാരോട്ടിനുമാണ് കേട്ടോ. കാരോട്ടിൻ, അത് നല്ലപോലെ പഠിക്കണം. പരീക്ഷയ്ക്ക് 1ാമത്തെ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ അതാണ്. വാട്ട് ഈസ് ദ മോസ്റ്റ് അബണ്ടന്റ് ഗ്യാസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ? ഏറ്റവും കൂടുതലുള്ള നമ്മുടെ അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ആരാവും നിങ്ങളെ? നൈട്രജൻ ആണ്. വാട്ട് ഈസ് ദ സെക്കൻഡ്? ഓക്സിജൻ ആണ്. വിച്ച് ഈസ് ദ ഗ്യാസ് യൂസ്ഡ് ലിവിങ് ഓർഗാനിസം ഫോർ റെസ്പിറേഷൻ? ശ്വസനം അല്ലെ. ശ്വസനത്തിന് നമ്മൾ ഏത് ഗ്യാസാ? ഓക്സിജൻ ആണ് എടുക്കുന്നത് അല്ലെ.
അകത്തോട്ട് എടുക്കുന്നത് ഓക്സിജനും വെളിയിലോട്ട് കളയുന്നത് കാർബൺ ഡൈ ഓക്സൈഡുമാണ്. അടുത്ത വൈ ദ ഓർഗാനിസം റെസ്പയർ ഫോർ ഒബ്റ്റെയിനിങ് എനർജി. കേട്ടോ, എനർജിക്ക്. ഡു പ്ലാന്റ്സ് നീഡ് എനർജി? യെസ്, പ്ലാന്റ്സ് ആൾസോ നീഡ് എനർജി. All living organism need energy. So respiration take place in plants too. What is stomata? എന്താണ് സ്റ്റൊമാറ്റ? ദ മൈക്രോസ്കോപ്പിക് പോർസ് ഇൻ ദ ലീവ്സ് ആർ നോൺ എസ് സ്റ്റൊമാറ്റ. ഒറ്റ വാക്കി ചോദിച്ചാൽ അത്രയും പറഞ്ഞാൽ മതി. നമ്മുടെ ഇലകൾക്കകത്തുണ്ടല്ലോ നിങ്ങളെ ചെറിയ കുഞ്ഞു 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 കുത്തുകളുണ്ട് കേട്ടോ. കുഞ്ഞിടോട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം. ഇലകൾക്കകത്തിൽ നമുക്ക് കണ്ണുകൊണ്ട് അത് കാണാൻ പറ്റത്തില്ല, എന്നാലും കുഞ്ഞു കുത്തു 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 കുത്തുമായിട്ടുണ്ട് കേട്ടോ. ഇതിന് പറയുന്ന പേരാണ് സ്റ്റൊമാറ്റ. ഇറ്റ് ഈസ് ത്രൂ ദീസ് പോർസ് അറ്റ്മോസ്ഫിയറിക് എയർ എൻറ്റേഴ്സ് ദ പ്ലാന്റ്സ്. ഓക്സിജൻ പ്രൊഡ്യൂസ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് ഫോട്ടോസിന്തസിസ് ആൾസോ റിലീസ്ഡ് ത്രൂ ദീസ് പോർസ്. കേട്ടോ, വാട്ട് ആർ ദ യൂസസ് ഓഫ് സ്റ്റൊമാറ്റ? ഇതുകൊണ്ടുള്ള ഉപയോഗം എന്തായി? കുത്തു 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 ഇലക്കകത്ത് കൊടുക്കുന്നു പറഞ്ഞില്ലേ? എന്തുകൊണ്ടാണ്? ത്രൂ ദീസ് പോർസ് ഗേഷ്യസ് എക്സ്ചേഞ്ച് ഇൻ പ്ലാന്റ്സ് ടേക്ക് പ്ലേസ്. ഇറ്റ് ഈസ് ത്രൂ ദീസ് പോർസ് അറ്റ്മോസ്ഫിയർ എയർ എൻറ്റേഴ്സ് ദ പ്ലാന്റ്സ്. ഓക്സിജൻ പ്രൊഡ്യൂസ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് ഫോട്ടോസിന്തസിസ് ആൾസോ റിലീസ്ഡ് ത്രൂ ദ പോർസ്. എന്താണെന്നറിയോ? ആ കുഞ്ഞു ഇലയ്ക്ക് ആ കുഞ്ഞു കുത്തു 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 തന്നെ അതിനകത്തിലെ ഓക്സിജൻ കൊടുക്കുകയും അല്ലേ, ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ട്രാൻസാക്ഷൻ നടക്കുന്ന എല്ലാ കുഞ്ഞു 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 കുത്തില്ല കേട്ടോ. അതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. ഓക്കെ, അടുത്ത ഹോസ്റ്റ് ആൻഡ് ഗസ്റ്റ് എന്നുള്ള ഒരു ഇതുണ്ട്. അതിനകത്തിൽ വൺ വേർഡ് ഉണ്ട്. ഹൂ വെയർ ഇൻ ദ പിക്ചർ പ്രിപ്പയർ ഫുഡ്. 1.12 നിങ്ങളുടെ ടെസ്റ്റിൽ നോക്കണേ നിങ്ങളെ. 1.12 എന്ന് പറയുന്ന 1.12 അല്ലേ, അങ്ങനെ പറയാം. അപ്പൊ അതിനകത്തിലെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ആ പിക്ചറിൽ എന്താ കൊടുത്തേക്കുന്നത്? എന്തൊക്കെയാ? ഹൂ വെയർ ദ പിക്ചർ പ്രിപ്പയർ ഫുഡ്. അവിടെ മാംഗോ ട്രീ, വെണ്ടയല്ല കേട്ടോ, വാണ്ട എന്നാണ് കുഞ്ഞുങ്ങളെ, വാണ്ട. വേർ ഡു മാംഗോ ട്രീ ഗെറ്റ് വാട്ടർ? ഫ്രം ദ സോയിൽ. മാംഗോ ട്രീ എവിടുന്ന? ഫ്രം ദ സോയിൽ. ഒബ്സർവ് ദ പിക്ചർ ഓഫ് വാണ്ട. നോക്കിയേ, ഇതിന്റെ പ്രത്യേകത ഒരുപാട് നമുക്ക് പറയാനുണ്ട്. അതിന് വേരുകൾ 2 വിധം ഉണ്ടെന്ന്. ഒന്നാകിൽ ഏതിലാണോ പറ്റിപ്പിടിച്ചിരിക്കുന്നത് അതിലോട്ട് ഇതങ്ങ് പടം കണ്ടാൽ അറിയാം, കയറി അള്ളിപ്പിടിച്ചങ്ങിരിക്കും. മറ്റേത് എന്താണ്? ഇങ്ങനെ താപ്പോട്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയും ചെയ്യും കേട്ടോ. അതിങ്ങനെ താഴോട്ട് തൂങ്ങിക്കിടക്കുകയും ചെയ്യും കേട്ടോ. മറ്റേതോ ആ ഏത് മരത്തിലാണോ കേട്ടോ പറ്റിപ്പിടിച്ചിരിക്കുന്നത് അതിലോട്ട് കയറി അങ്ങ് പിടിക്കുകയും ചെയ്യും കേട്ടോ. അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണേ കേട്ടോ. ദ സ്മാൾ റൂട്ട്സ് ഹെൽപ്പ് ദ വാണ്ട ടു ഗ്രോ ബൈ ക്ലിങ്ങിങ് ഓൺ ടു ദ ട്രീ. ദ തിക്ക് റൂട്ട് അബ്സോർവ് മോയ്സ്ചർ ഫ്രം ദ അറ്റ്മോസ്ഫിയർ. കേട്ടോ, ഓരോ വരി എഴുതിയിട്ടുള്ളൂ. അടുത്ത വൈ വാണ്ട ഡിപ്പെൻഡ് ഓൺ മാംഗോ ട്രീ? ദ ഡിപ്പെൻഡ് ഓൺ ഹോസ്റ്റ് പ്ലാന്റ്സ് ഓൺലി ഫോർ ഹാബിറ്റാറ്റ്. അടുത്തത് വൈ ആർ എപ്പിഫൈറ്റുകൾ. എന്താണ് ഈ എപ്പിഫൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? എപ്പിഫൈറ്റ്സ് ആർ പ്ലാന്റ്സ് ദേ ഡിപ്പെൻഡ് ഓൺ ഹോസ്റ്റ് പ്ലാന്റ്സ് ഓൺലി ഫോർ ഹാബിറ്റാറ്റ്. ഓർക്കിഡ് ആർ എക്സാമ്പിൾസ് ഓഫ് എപ്പിഫൈറ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആവും ഞങ്ങൾ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു ചോദ്യമാണ്. എപ്പിഫൈറ്റിന് എക്സാമ്പിൾ എഴുതാൻ. എപ്പിഫൈറ്റിന് എക്സാമ്പിൾ എഴുതാൻ ചോദിക്കും കേട്ടോ. ദ പ്ലാന്റ്സ് വിച്ച് ഡിപ്പെൻഡ് ഓൺ ഹോസ്റ്റ് പ്ലാന്റ്സ് ഓൺലി ഫോർ ഹാബിറ്റന്റ് സച്ച് പ്ലാന്റ്സ് ആർ കാൾഡ് എപ്പിഫൈറ്റ്സ് ആയിരുന്നു. എപ്പിഫൈറ്റ്സിന്റെ എക്സാമ്പിൾ ഏതായിരുന്നു? ഓർക്കിഡ് ആയിരുന്നു കേട്ടോ. അതൊന്ന് പഠിച്ചു വെച്ചേക്കണേ കേട്ടോ. ഞാൻ ലാസ്റ്റിൽ മലയാളം ഒന്ന് ഓടിച്ചിട്ട് വായിക്കുക, അഥവാ അറിയാത്തവർക്ക് കേട്ടോ. ഓർക്കിഡ് ആർ എക്സാമ്പിൾ എന്ന് വെച്ചാൽ ചെറിയ വേരുകൾ. നമ്മുടെ ഈ ഓർക്കിഡിന്റെ എപ്പിഫൈറ്റിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു? എപ്പിഫൈറ്റ് അതായത് ചെറിയ വേരുകളാണ് കേട്ടോ. ഇത് മരത്തിൽ പറ്റി പിടിച്ചുകൊണ്ട് ഈ വാണ്ടയെ വളരാൻ സഹായിക്കുന്നുണ്ട്. ഈ വാണ്ട എന്ന് പറയുന്നതിനെ വളരാൻ സഹായിക്കുന്നുണ്ട്. കട്ടിയുള്ള വേരുകള് അത് അന്തരീക്ഷത്തിൽ നിന്നുള്ള ഈർപ്പം ആഗിരണം ചെയ്യും കേട്ടോ. കട്ടിയുള്ള 2 തരത്തിലുള്ള വേരുകളുണ്ട്. അതിനകത്തിലേക്കും കട്ടിയുള്ള വേരുകൾ എന്ത് ചെയ്യും? അതിങ്ങനെ താഴോട്ട് തൂങ്ങിക്കിടക്കുന്നതാണ്. അത് അന്തരീക്ഷത്തിൽ നിന്നുള്ള ഈർപ്പം, മോയ്സ്ചർ എന്ന് വെച്ചാൽ ഈർപ്പത്തെ ആഗിരണം ചെയ്യുന്നു. ആവാസ വ്യവസ്ഥയ്ക്കായിട്ട് മാത്രമേ അവ ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്നുള്ളൂ. ഇത്തരം സസ്യങ്ങളെ നമ്മൾ എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നു. ഇതിന് ഉദാഹരണമാണ് ഓർക്കിഡ്. ഓർക്കിഡിൽ എല്ലാ വീട്ടുകളിലും ഇപ്പോൾ ഉണ്ട്, അതുകൊണ്ട് പിന്നെ അറിയായിരിക്കുമല്ലോ. Can the growth of epiphytes harm the host plants? Why? No, Vanda does not make any harm to mango tree. Vanda is an epiphyte. They depend on host plants only for habitat. At the where do the root of Loranthus grow? Do Loranthus grow do? അത് ചോദിക്കുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ ആതിഥേയ സസ്യങ്ങളെ കുറിച്ച്. ദ റൂട്ട് ഓഫ് ലൊറാന്തസ് ഗ്രോ ഇൻ ടു ദ സ്റ്റെം ഓഫ് മാംഗോ ട്രീ കേട്ടോ. ഒറ്റ വരിയെ അതിന് പറയുന്നുള്ളൂ. ഞാൻ ഇതിന്റെ വേറെയും ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട് കുഞ്ഞുങ്ങളെ. വൈ ഇസ് ദ ബെനിഫിറ്റ് ഓഫ് ലൊറാന്തസ് വിത്ത് ദെയർ സ്പെഷ്യൽ റൂട്ട്? ലൊറാന്തസ് മേക്ക് ഇറ്റ്സ് ഓൺ ഫുഡ് ബൈ അബ്സോർവിംഗ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ഇൻ ഹോസ്റ്റ് പ്ലാന്റ്സ് കേട്ടോ. ഹോസ്റ്റ് പ്ലാന്റ്സ് ഇൻ വിച്ച് നെയിം ഓഫ് ലൊറാന്തസ് ഈസ് നോൺ as
എന്ത് ചെയ്യുന്നത്? Where do the roots of loranthus grow to? The root loranthus grow in the stem of mango tree. What is the benefit of loranthus with their special root? Loranthus make its own food by absorbing water and minerals from the host plants. കേട്ടോ. In which name loranthus is known as a semi-parasite. അപ്പോൾ സെമി പാരസൈറ്റിന്റെ എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ ഏതായിരിക്കും? ഏതാ? ലൊറാന്തസ് ആണ് കേട്ടോ. മറ്റേ എപ്പിഫൈറ്റിന്റെ എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ ഓർക്കിഡ് ആണ്. വാട്ട് ഈസ് ദ കളർ ഓഫ് കസ്ക്യൂട്ട? കസ്ക്യൂട്ടയുടെ കളർ എന്തുവാണ്? മൂടില്ലാത്താളിയല്ലേ? മൂടില്ലാത്താളിയുടെ എന്താ കളർ എന്താ കുഞ്ഞുങ്ങളെ? ലൈറ്റ് യെല്ലോ കളറാണ് കേട്ടോ. കസ്ക്യൂട്ട ഹാവ് ലീവ്സ്, ഇറ്റ് ഡസ് നോട്ട് ഹാവ് ലീവ്. ഇതിന് ഇലയില്ല. ക്യാൻ കസ്ക്യൂട്ട പ്രിപ്പയർ ഫുഡ്? കസ്ക്യൂട്ട കാനോട്ട് പ്രിപ്പയർ ഫുഡ് ബിക്കോസ് ദേ ഹാവ് നോ ലീവ്സ്. കേട്ടോ, ഇലയില്ലാത്തത് കൊണ്ട് അതിന് പ്രിപ്പയർ, ഇലക്കകത്തിൽ വെച്ചല്ലേ ആഹാരം പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ അതില്ലാത്തത് കൊണ്ട് അവരെന്താ, അതിന് ഇലയില്ല, അതുകൊണ്ട് അത് പ്രിപ്പയർ ചെയ്യാറുമില്ല. വേർ ടു കസ്ക്യൂട്ട റൂട്ട് ഗ്രോ ടു ദ റൂട്ട് ഓഫ് കസ്ക്യൂട്ട ഗ്രോ ഇൻ ടു ദ സ്റ്റെം ഓഫ് ഹോസ്റ്റ് പ്ലാന്റ്. അത് ഏത് മരത്തേലാണോ കിടക്കുന്നത് അതേ അള്ളിപ്പിടിച്ച് ആ മരത്തിൽ നിന്ന് കിട്ടുന്നതും ഊറ്റി കഴിച്ചാണ് ഇത് കഴിയുന്നത് കേട്ടോ. വൈ ഡസ് ദ കസ്ക്യൂട്ട റൂട്ട് ഗ്രോ ടു ദ സ്റ്റെം ഓഫ് ഹോസ്റ്റ് പ്ലാന്റ്സ്? കസ്ക്യൂട്ട പ്ലാന്റ്സ് ഹാവ് റൂട്ട് ദാറ്റ് ക്യാൻ അബ്സോർവ് ന്യൂട്രിയൻസ് ഫ്രം ദ ഹോസ്റ്റ് പ്ലാന്റ്സ് കേട്ടോ. ഓക്കെ, നിങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂന്ന് തോന്നുന്നല്ലേ? ഓക്കെ, ഇത്രയേ ഉള്ളൂ. അതായത് ഒറ്റ വാക്കിൽ പറഞ്ഞാല് ഞാനൊന്ന് ഓടിച്ചിട്ട് എന്ന് പറയാം, ശ്രദ്ധിച്ചിരുന്നോണേ. വിച്ച് ഓഫ് ദ ഗ്യാസ് ഈസ് അതായത് ഞാൻ മലയാളത്തിൽ ഇനി പറയാം. ജീവജാലങ്ങൾ ശ്വസനത്തിനായി ഉപയോഗിക്കുന്ന വാതകം ഓക്സിജൻ ആണ്. ഓർത്തു വെച്ചോണേ. ജീവജാലങ്ങള് നിങ്ങൾ വേണമെങ്കിൽ എഴുതിയെടുത്തോ നിങ്ങളെ. ജീവജാലങ്ങൾ ശ്വസനത്തിനായി ഉപയോഗിക്കുന്ന വാതകം ഓക്സിജൻ ആണ്. അതായത് ഞാൻ ഫസ്റ്റ് ലിങ്കിൽ ഇട്ടതാണ്, ഞാൻ ഈ താഴെ അത് കൊടുത്തിരിക്കാം കേട്ടോ. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാന്ന് ചോദിച്ചാൽ അത് നൈട്രജൻ ആണ്. രണ്ടാമതാണ് ഓക്സിജൻ വരുന്നത്. ആഹാര ശൃംഖല എന്നാൽ എന്താന്ന് വെച്ചാൽ ആഹാര ശൃംഖലാജാലത്തിലെ ഒറ്റ ശ്രേണിയിലുള്ള ആഹാര ബന്ധത്തെയാണ് ആഹാര ശൃംഖല എന്ന് പറയുന്നത് കേട്ടോ. അതൊന്ന് പഠിച്ചു വെച്ചേക്കണേ. അടുത്ത എന്താണ് പ്ലാങ്ക്ടൺ? പ്ലാങ്ക്ടൺ എന്ന് വെച്ചാൽ പ്ലവകങ്ങൾ എന്നാണ്. ജലാശയത്തിൽ സ്വതന്ത്രമായിട്ട് ഇങ്ങനെ ഈ ഒഴുകി നടക്കുന്ന സസ്യങ്ങൾക്ക് പറയുന്ന പേരാണ് പ്ലവകങ്ങൾ. അടുത്തത് എന്താണ്? ഹാബിറ്റാറ്റ് അല്ലെ? ആവാസം എന്നാൽ എന്താണ്? ജീവികൾക്ക് നിലനിൽപ്പിനായിട്ട് എല്ലാ ഘടകങ്ങളും കേട്ടോ, അതൊന്ന് പഠിച്ചു വെച്ചേക്കണേ. ജീവികൾക്ക് നിലനിൽപ്പിനാവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയ അതിൻ്റെ ചുറ്റുപാടിനെയാണ് അതിൻ്റെ ആവാസം അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. അടുത്തത് ഫുഡ് വെബ് അല്ലെ ആഹാര ശൃംഖലാജാലം. ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിച്ചിരിക്കുന്നു. ജീവികളുടെ ഈ പരസ്പര ബന്ധത്തിനെ കുഞ്ഞുങ്ങളെ ആഹാര ശൃംഖലാജാലം എന്ന് പറയുന്നത് കേട്ടോ. കുളത്തിൽ ജീവിക്കുന്ന ജീവികൾ ഏതെല്ലാം? ഞണ്ട്, ഫ്രോഗ് അല്ലെ, നമ്മൾ മുമ്പ് പറഞ്ഞതാ. ഞണ്ട്, തവള, ചെറുമീന് ഇതെല്ലാം കുളത്തിൽ ജീവിക്കുന്നവയാണ്. അടുത്തത് മത്സ്യത്തിന് നിലനിൽക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ആവശ്യമാണ്? മത്സ്യത്തിന് നിലനിൽക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ആവശ്യമാണ്? സൂര്യപ്രകാശം വേണം, വെള്ളം വേണം, ഓക്സിജൻ വേണം അല്ലെ, ജലസസ്യങ്ങൾ അതിന് കഴിക്കാനുള്ള സസ്യങ്ങൾ വേണം കേട്ടോ. അതുപോലെ സസ്യങ്ങൾക്ക് ആഹാരം നിർമ്മിക്കണമെങ്കിൽ എന്തെല്ലാം ഘടകങ്ങൾ ആവശ്യമാണ്? സസ്യങ്ങൾക്ക് ആഹാരം നിർമ്മിക്കണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ആവശ്യമാണ്? അതിന് കാർബൺ ഡയോക്സൈഡ് വേണം, ജലം വേണം, സൂര്യപ്രകാശം വേണം, ധാതുക്കൾ വേണം, ഹരിതകം വേണം കേട്ടോ. ഇനിയും ലിവിങ് തിങ്സും നോൺ ലിവിങ് തിങ്സും അത് നമ്മൾ പറഞ്ഞു കേട്ടോ. അത് നല്ലപോലെ ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. ഇനി എല്ലാ ഭക്ഷ്യ ശൃംഖലയിലും അടങ്ങിയിരിക്കുന്നത് സസ്യമാണ് അല്ലെ. സസ്യങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാ ഇതുള്ളോ ഫുഡുള്ളോ. ഇനി മൂടില്ലാത്താളി, കസ്ക്യൂട്ടയുടെ മലയാളം മൂടില്ലാത്താളി എന്നാണ് കുഞ്ഞുങ്ങളെ കേട്ടോ. കസ്ക്യൂട്ടയുടെ മലയാളം മൂടില്ലാത്താളി. മൂടില്ലാത്താളിയുടെ നിറം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇളം മഞ്ഞ നിറമാണ്. ഇളം മഞ്ഞ നിറമാണ്. മൂടില്ലാത്താളിക്ക് ഭക്ഷണം തയ്യാറാക്കാൻ കഴിയുമോ? മുമ്പ് നമ്മളോട് ചോദിച്ചതാ കേട്ടോ. കസ്ക്യൂട്ട പ്രിപ്പയർ ഫുഡ്? കസ്ക്യൂട്ട കാനോട്ട് പ്രിപ്പയർ ഫുഡ് അല്ലേ, ബിക്കോസ് ദേ ഹാവ് നോ ലീവ്സ്. മൂടില്ലാത്താളിക്ക് ഭക്ഷണം തയ്യാറാക്കാൻ കഴിയില്ല, കാരണം അവയ്ക്ക് ഇലകളില്ല. പിന്നെ നമ്മൾ പിഗ്മെന്റിനെ കുറിച്ച് പഠിച്ചായിരുന്നു. ചുവപ്പ് കളർ കൊടുക്കുന്നത് എന്താണ്? ആന്തോസയൻ ആണ്. ഓറഞ്ച് കളർ കരോട്ടിനാണ്. മഞ്ഞ കളർ സാന്തോഫില്ലാണ്. പഠിച്ചോണേ. എപ്പിഫൈറ്റ് എന്നാൽ എന്തെന്ന് നമ്മൾ പറഞ്ഞതാണ്. പിന്നെ ഓർത്തോണേ കുഞ്ഞുങ്ങളെ, എപ്പിഫൈറ്റിന് എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർക്കിഡാണ് കേട്ടോ. ഓർക്കിഡ്. പിന്നെ ഇലകളിലെ പച്ച നിറമുള്ള വർണ്ണകം ഏതാന്ന് ചോദിച്ചാൽ ക്ലോറോഫിൽ, ഹരിതകമാണ്. ഇലകളിലെ പച്ച നിറമുള്ള വർണ്ണം പരീക്ഷയ്ക്ക് ചോദിക്കും, ക്ലോറോഫിൽ. ഫോട്ടോസിന്തസിസ് എന്നാൽ എന്താന്ന് ചോദിക്കും, ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ്. എന്താ? കാർബൺ ഡയോക്സൈഡ്, ജലം എന്നിവ ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നു. സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജമാണ് ഇതിന് ഉപയോഗിക്കുന്നത്. അതിനാൽ ഈ പ്രവർത്തനത്തെ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നു കേട്ടോ. പഠിച്ചോണേ. പിന്നെ
നമ്മൾ മരവാഴയ്ക്കാണ് ഈ വാണ്ട എന്ന് പറയുന്നത്. വാണ്ടയെ കുറിച്ച് കുറേ നമ്മളിപ്പോൾ വായിച്ചായിരുന്നു, മനസ്സിലായോ എന്ന് അറിയത്തില്ല. അതായത് ചെറിയ വേരുകൾ മരത്തിൽ ഇതിന്റെ പറ്റിപ്പിടിച്ചിരിക്കും. അത് വാണ്ടയെ വളരാൻ സഹായിക്കുന്നതാണ്. ആ ചെറിയ വേരുകള് ആ വലിയ മരത്തേല് കയറി അങ്ങ് പറ്റിപ്പിടിച്ചിട്ട് അതിനകത്തുനിന്ന് കിട്ടുന്ന വെള്ളമൊക്കെയാണ് ഇത് വലിച്ചെടുത്ത് ജീവിക്കുന്നത്. കട്ടിയുള്ള വേരുകള് അന്തരീക്ഷത്തിൽ നിന്നുള്ള ഈർപ്പം ആഗിരണവും ചെയ്യുന്നു. ആവാസ വ്യവസ്ഥയ്ക്കായി മാത്രമേ അവ ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്നുള്ളൂ. ഇത്തരം സസ്യങ്ങളെ എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നു. എപ്പിഫൈറ്റിന് ഉദാഹരണം മുമ്പത്തൊട്ട് ഞാൻ പറയുന്നു ഓർക്കിഡാണ് കേട്ടോ. ഇനി നമ്മൾ ലൊറാന്തസിനെ കുറിച്ച് പറഞ്ഞു അല്ലെ. ലൊറാന്തസ് ആതിഥേയ സസ്യങ്ങളിൽ നിന്നുള്ള വെള്ളവും ധാതുക്കളും ആഗിരണം ചെയ്താണ് ഈ ലൊറാന്തസ് സ്വതന്ത്രമായി ഭക്ഷണം ഉണ്ടാക്കുന്നത്. അതിനാൽ ഇങ്ങനെയുള്ള സസ്യങ്ങളെ സെമി പരാത ജീവികൾ എന്നും പറയുന്നുണ്ട് കേട്ടോ. അത് പഠിച്ചു വെച്ചേക്കണേ. കസ്ക്യൂട്ട എന്ന് വെച്ചാൽ മൂടില്ലാത്താളി എന്നാണ്. മൂടില്ലാത്താളി ഒരു ആതിഥേയ സസ്യങ്ങളിൽ നിന്നുള്ള പോഷകങ്ങൾ ആഗിരണം ചെയ്യാൻ കഴിയുന്ന വേരുകളുണ്ട് കേട്ടോ. അവയെ പൂർണ്ണ പരാതങ്ങൾ എന്ന് വിളിക്കുന്നു. അതൊന്ന് പഠിച്ചു വെച്ചേക്കണേ. അടുത്ത ഫുഡ് ചെയിനെ കുറിച്ചൊന്ന് പഠിച്ചു വെച്ചേക്കണേ കുഞ്ഞുങ്ങളെ. മൈക്രോസ്കോപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമുക്ക് നേരിട്ട് കാണാൻ കഴിയാത്ത വസ്തുക്കളെ വലുതായി കാണാൻ ഉപയോഗിക്കുന്നതാണ് മൈക്രോസ്കോപ്പ്. അധിനിവേശ സസ്യങ്ങൾ എന്ന് പറയുന്നത് കൊടുത്തിട്ടുണ്ട്. ആനത്തൊട്ടാവടി, ആഫ്രിക്കൻ പായലൊക്കെ അതിനുദാഹരണമാണ്. വർണ്ണകങ്ങൾ എന്നാൽ എന്ത്, അല്ലെ പിഗ്മെന്റ് എന്നാൽ എന്താണ്? ഇലകൾക്കും തണ്ടുകൾക്കും അതിന്റെ പച്ച കളറും അല്ലെ പൂക്കൾക്കും ഒക്കെ കളർ കൊടുക്കുന്നത് ആരാണ്? പിഗ്മെന്റ് ആണ് കേട്ടോ. ഇനി ഈ മരവാട അല്ലെ വാണ്ട എന്ന് പറയുന്നത് ഏത് കാറ്റഗറി വരുന്നു വെച്ച് കഴിഞ്ഞാൽ എപ്പിഫൈറ്റിലാണ് കേട്ടോ. ഈ ലൊറാന്തസ് എന്ന് വെച്ചാൽ ഇത്തിൽ കണ്ണി എന്നാണ് അതിന്റെ മലയാളം. അത് സെമി പാരാസൈറ്റ് ആണ്. കസ്ക്യൂട്ട എന്ന് വെച്ചാൽ മൂടില്ലാത്ത ആളി ഒരു ടോട്ടൽ പാരാസൈറ്റ് ആണ് കേട്ടോ. അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കണേ കേട്ടോ. അതിനെക്കുറിച്ചൊക്കെ സ്റ്റൊമാറ്റ എന്നാൽ എന്താണ്, ജീവികളിൽ ശ്വസിക്കാൻ ഓക്സിജൻ ഉപയോഗിക്കുന്നതെന്നും ഇലകളിലെ സൂക്ഷ്മ സുഷിരങ്ങളെയാണ് സ്റ്റൊമാറ്റ എന്ന് പറയുന്നതും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള മലയാളത്തിന്റെ ഫുൾ നോട്ട് ഞാൻ ഈ താഴെ കമന്റ് ബോക്സിൽ കൊടുത്തിരിക്കാം. നിങ്ങൾ ആ മലയാളംകാർ അതങ്ങ് എഴുതിയെടുക്കണം. ഇലകൾക്ക് പച്ച നിറമുള്ള വർണ്ണം ഹരിതകമാണെന്നും കേട്ടോ എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് വൃത്തിയായിട്ട് മലയാളം നോട്ട് വേണ്ടുന്നവർ അത് എഴുതിയെടുക്കുക. ഇംഗ്ലീഷുകാർ ഈ നോട്ടും എഴുതിയെടുക്കുക കേട്ടോ. മനസ്സിലായി എഴുതി വെച്ചേക്കണേ. ഓക്കെ നിങ്ങളെ. താങ്ക് യു.